പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനമാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 4 മുതൽ 15 വരെ വാക്യങ്ങൾ നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നു. വിതക്കാരന്റെ ഉപമ ഈശോ പറയുന്നതും അതിന്റെ വിശദീകരണം നൽകുന്നതുമാണ് ഈ ഭാഗം. വിതക്കാരന്റെ അശ്രദ്ധ മൂലമല്ല വിത്തുകൾ ഒരുക്കപ്പെടാത്ത മറ്റ് 3 ഇടങ്ങളിൽ കൂടി വീഴാനിടയായത്. അത് വിതച്ചവന്റെ ദൈവത്തിന്റെ കരുണയാണ്, ഹൃദയവിശാലതയാണ്. ഉറച്ചുപോയ വഴിയിലും ഒട്ടും മാർദ്ദവുമില്ലാത്ത ജലാംശയമില്ലാത്ത കല്ലുകൾക്കിടയിലും ദുഷ്ടതയുടെയും മറ്റുള്ളവർക്ക് വേദന പകരുന്നതിന്റെ സൂചനയായ മുള്ളുകൾക്കിടയിലുമൊക്കെ വചനവിത്ത് വീഴുന്നത് വിത്തിന്റെ നന്മയോട് എങ്ങനെയെങ്കിലും ഈ നിലങ്ങൾ ഒരു അനുഭാവം കാണിക്കുമോ എന്ന് വിതക്കാരൻ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ്. പക്ഷെ ആ നിലങ്ങൾക്ക് വിത്തിന്റെ നന്മ മനസ്സിലാക്കി അതിനനുസരിച്ച് തങ്ങളെ തന്നെ മാറ്റി ആ വിത്തിനോട് സഹകരിക്കാനായിട്ട് സാധിച്ചില്ല. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഈശോ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ യൂദാസ് തന്നെയാണ്. ഈശോ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടും യൂദാസിനെ തിരഞ്ഞെടുത്തപ്പോൾ ഒരുപക്ഷെ തൻ്റെ കൂടെയുള്ള നിർമ്മലമായ ദൈവവചനമായ ആ ഈശോ എന്ന വിത്തിന്റെ ഗുണത്തോട് തൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ച് വേണ്ട മാറ്റം വരുത്തുമെന്ന് ഈശോ പ്രതീക്ഷിച്ചു കാണും. പക്ഷേ കല്ലുപോലെ അവൻ മാറാതെ കിടന്നു. മുള്ളുപോലെ അതിനെ ഞെരുക്കിക്കളഞ്ഞ് അവൻ്റെ മനസ്സിൽ ദ്രവ്യാഗ്രഹത്തിന്റെ പണത്തിന്റെ ആർത്തി ഈശോ എന്ന വചനവിത്തിനെ ഞെരുക്കിക്കളഞ്ഞു, അതിനെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചു. സത്യത്തിൽ ഇല്ലാതായത് ഈശോയല്ല, യൂദാസ് തന്നെയാണെന്ന് നമുക്കറിയാം. നമുക്കും ജീവിതത്തിൽ ഓരോ അവസരങ്ങളിലും നമ്മുടെ മനസ്സിലും വാക്കുകളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ മുള്ളുകളും കഠിനമായ കാര്യങ്ങളും ഒക്കെ കിടക്കുമ്പോഴും വചനമെന്ന ഈശോയുടെ വിത്ത് ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തിൽ വന്ന് വീഴുന്നുണ്ട്. അതിനോട് നമ്മൾ ഒരുക്കപ്പെട്ട പ്രാർത്ഥനാ സമയങ്ങൾ ഒഴിച്ച് ബാക്കി സമയങ്ങളിലൊക്കെ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? ആ വചനവിത്തിനോട് അനുരൂപപ്പെടാനും അതിന് ചേർന്ന രീതിയിൽ സ്വയം മാറാനും നമ്മൾ തയ്യാറാകുന്നുണ്ട്. ആത്മശോധന ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ പലപ്പോഴും മുള്ളുകളും പാറകളും നിറഞ്ഞ സ്ഥലങ്ങൾ പോലെയും ചവിട്ടി ഉറയ്ക്കപ്പെട്ടു പോയ വഴിയരികു പോലെയും ഒക്കെയാണ്. ഞങ്ങളുടെ മനസ്സും വാക്കുകളും ജീവിതവും ഒക്കെ ഒരുക്കപ്പെട്ട നിലങ്ങൾ പോലെ വചനവിത്തിന്റെ നന്മയോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുത്ത് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകാൻ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.